ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ആയി 12 മണി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഞായറാഴ്ചയായിട്ട് വിശേഷങ്ങൾ? ഞാൻ പതുപോലെ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് ആരെങ്കിലും എന്നെ പുറത്തോട്ടങ്ങാനും കൂട്ടിക്കൊണ്ട് പോകുമെന്നുള്ള കാത്തിരിപ്പിലാണ്. കാരണം ഞാൻ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല. ഇനി വെക്കാനുള്ള സ്റ്റാമിന എനിക്കില്ല. അപ്പോൾ വെറുതെ കുറച്ച് കുശലം പറയാമെന്ന് വിചാരിച്ചു വന്നേ കേട്ടോ. രാവിലെ വെള്ളം കുടിക്കാൻ എടുത്തപ്പോൾ രാവിലെ കുടിച്ച് തീർക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പോയതാണ്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല. അതൊക്കെ ആക്ച്വലി ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, സത്യമാണ്. ഒരുമിച്ച് കുടിക്കാൻ പാടില്ല. ഓരോരോ കവിള് വെള്ളം കുറേശ്ശായിട്ട് കുടിച്ചിറക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. നമ്മളുടെ സ്കിന്നിനായാലും അതുപോലെ തന്നെ ആണെങ്കിൽ ആരോഗ്യകാര്യത്തിനായാലും എല്ലാത്തിനും നമുക്ക് ഏറ്റവും നല്ലതാണ്. അപ്പം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ക്ഷീണിതയായിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലെ പള്ളിയിൽ പോകുന്ന സമയത്ത് ഒരു 1/2 ഗ്ലാസ് ചായ കുടിക്കും, അത്ര തന്നെ. അല്ലാതെ ഒന്നും നമ്മൾ കഴിച്ചിട്ടൊന്നും പോകാറില്ല. അത് കുഞ്ഞിലെ മുതലുള്ള ശീലം. ഞാനിവിടെ പിള്ളേരെ അതുപോലെ തന്നെ ശീലിപ്പിച്ചേക്കുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ 1 ഗ്ലാസ് പാല് കൊടുക്കുമായിരുന്നു. ഇച്ചിരി പ്രായമൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ആ പാല് കുടി. മറ്റേതിലെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് 1 ഗ്ലാസ് പാല് കൊടുത്തിട്ട് കൊണ്ടുപോകുമായിരുന്നു, അത്ര തന്നെ. അല്ല ഒന്നും കൊടുക്കത്തൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അതിങ്ങനെ ഫോളോ ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെന്തോ കാര്യം പറയാൻ വന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ബീന എന്താ പൊട്ട് വെക്കാത്തേ, പൊട്ട് വെച്ചാൽ നല്ലതല്ലേന്ന്. ആക്ച്വലി എൻ്റെ കല്യാണം കഴിയും വരെ ഞാൻ പൊട്ട് വെക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പൊട്ട് വെക്കാൻ പാടില്ല, നെയിൽ പോളിഷ് ഇടാൻ പാടില്ല. ഈ നെയിൽ പോളിഷ് ആണെങ്കിലല്ലേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് വിളക്കി കളയാൻ പറ്റത്തുള്ളൂ. അതിന് ഞങ്ങൾ മൈലാഞ്ചി അരച്ചിട്ടൊക്കെ ഞങ്ങൾ നഖത്തിലിടുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിൽ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അത്ര സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു നമ്മളുടെ വീട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ പൊട്ട് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഏതോ ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. ആക്ച്വലി നമുക്ക് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അന്നേരമാണ് മനസ്സിലാവുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പം പറഞ്ഞായിരുന്നു, നമ്മൾ ക്രിസ്ത്യാനികൾ മാമോദിസ മുക്കുന്ന സമയത്ത് നമ്മളുടെ നെറ്റിയിൽ തൈലാഭിഷേകം നടത്തും. തൈലാഭിഷേകം നടത്തുമ്പോൾ നെറ്റിയിൽ, കയ്യിൽ, നെഞ്ചിൽ, കാലിൽ അങ്ങനെയൊക്കെ തൈലാഭിഷേകം നടത്താറുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ മാമോദിസ മുക്കുന്ന സമയത്ത് നമ്മളെ തൈലം പൂശിയാണ് ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സിമ്പലാണ് നെറ്റിയിൽ അത് വരയ്ക്കുന്നത്. അത് ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിന് മുകളിൽ നമ്മൾ പൊട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൊട്ട് വെക്കരുത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ശരിയാണല്ലോ. കാരണം വെച്ചാൽ അത്ര നാൾ വരെ ഞാൻ അതിനെ പറ്റിയിട്ട് അത്ര ഡീപ്പായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ പറയുകയാണ്. കാരണം വെച്ചാൽ ഞാൻ പൊട്ട് വെക്കുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ പൊട്ട് വെക്കാനോ നെയിൽ പോളിഷ് ഇടാൻ അങ്ങനെ ഒന്നിനും സമ്മതിക്കില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ നെയിൽ പോളിഷൊക്കെ ഞാൻ ഇടും കേട്ടോ, അത് വേറെ സത്യം. പക്ഷേങ്കിൽ പൊട്ട് വെക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു കൊതി, പൊട്ട് വെച്ചാലോ എന്ന്. പക്ഷേ എനിക്ക് കുറേ നാൾ ഞാൻ പൊട്ട് തൊടുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടതിൽ പിന്നെ ഇന്നേ വരെ ഞാൻ ആ ഒരു പൊട്ട് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത് കഴിഞ്ഞ ഉടൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അതെടുത്ത് മാറ്റാറുണ്ട്. എന്ന് വെച്ചാൽ അത് ആ ഒരു ശീലം എന്നിൽ നിന്ന് ഞാൻ മാറ്റിയെന്നുള്ളതാണ്. കാരണം കുറേ പേര് എന്നോട് ചോദിച്ചു, പിന്നെ എന്താ പൊട്ട് വെക്കാത്ത, പൊട്ട് വെച്ചാൽ നന്നായിട്ടുണ്ടാവില്ല. അത് അങ്ങനെ എൻ്റെ കൂട്ടുകാർ കുറേ പേര് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഇതിനെക്കുറിച്ച് ഒന്ന് പറയണമല്ലോ എന്ന്. അപ്പോൾ ഞാൻ സൺഡേ പള്ളിയിൽ പോയിട്ട് വന്ന് ഇങ്ങനെ കുശലം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് അതിനെപ്പറ്റി പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് പുറത്തെവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അച്ഛയും ബിരിക്കുട്ടനും കൂടെ വണ്ടി പെട്രോൾ അടിക്കാൻ പോയേക്കുന്നു. പോയിട്ട് വന്നതിന് ശേഷം വേണം തീരുമാനിക്കാൻ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരോട് കുറച്ച് കുശലം പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതൊരിക്കൽ ടേക്ക് കെയർ, ബൈ, സീ യു.